വർഗീയത അതാര് പറഞ്ഞാലും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ആ വീഡിയോ കണ്ടു. ഒരുപാട് കമൻറ്റുകളും ഒരുപാട് മെസ്സേജുകളും എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകളുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് തന്നെ എന്നെ സംഖ്യയാക്കി, നിൻ്റെ വർത്തമാനം കേട്ടാൽ അറിയാം നീ സംഖ്യയാണെന്ന്, നീയാണ് ഏറ്റവും വലിയ വർഗീയവാദി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതൊക്കെ ഫേക്ക് ഐഡിയയിൽ നിന്നാണ്. പിന്നെ ഒരുപാട് വർഗീയവാദികളുടെ തെറിവിളികളും മറ്റ് മതസ്ഥരെ കുറ്റം പറഞ്ഞുകൊണ്ടുള്ള മെസ്സേജുകളൊക്കെയാണ്. അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല. പക്ഷെ അതിൽ ഒരുപാട് പേരും ഭൂരിപക്ഷം ആൾക്കാരും പറഞ്ഞിട്ടുള്ളത് ആ കുട്ടിയുടെ അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ ആ കുട്ടീൻ്റെ മാതാപിതാക്കളിൽ നിന്നോ ആയിരിക്കാം ആ കുട്ടിക്ക് അങ്ങനെ ഒരു ചിന്താഗതി വന്നിട്ടുണ്ടാവുക. ഒരു മദ്രസകളിലും ഒരു ഉസ്താദുമാരും ഒരു കുട്ടികളെ അങ്ങനെ പഠിപ്പിക്കില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. ഉസ്താദുമാർ ഒരിക്കലും അങ്ങനെ വർഗീയത പഠിപ്പിക്കില്ല, എല്ലാ മതസ്ഥയും ഒരുപോലെ കാണണം എന്നാണ് പഠിപ്പിക്കുന്നതെന്നാണ് എല്ലാവരും പറഞ്ഞു തന്നത് കേട്ടോ. പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് ഉസ്താദന്മാരുള്ള, എന്നെ അറിയുന്ന ഒരുപാട് ഉസ്താദന്മാരുണ്ട്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിട്ട് എന്നെ ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ പറഞ്ഞത് ആ കുട്ടീൻ്റെ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ ആ കുട്ടീനെ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞാൽ അതിൻ്റെ മാതാപിതാക്കളോ അല്ലെങ്കിൽ കൂട്ടുകാരോ ആരെങ്കിലും പറഞ്ഞ് അറിവ് കൊണ്ടായിരിക്കും ആ കുട്ടിയാണ് ചോദിച്ചിട്ടുണ്ടാവുക. അതല്ലാണ്ട് വേറെ അങ്ങനെ ഒരു മദ്രസയിലോ പള്ളിയിലോ അങ്ങനെ ഒന്നും പറഞ്ഞു കൊടുക്കുന്നില്ല എന്ന് അവരെന്നോട് വ്യക്തമായി പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ ഏതെങ്കിലും ഉസ്താദന്മാർക്ക് ഞാൻ ഈ വീഡിയോ ഇട്ടതിൻ്റെ പേരിൽ വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം, ഉസ്താദന്മാരൊക്കെ ക്ഷമിക്കണം. ഞാൻ ആരെയും ഒരു ഉസ്താദന്മാരെ ആക്ഷേപിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒരു മതത്തിനെ ആക്ഷേപിച്ചുകൊണ്ടോ അല്ല ഈ വീഡിയോ ചെയ്തത്. എനിക്കുണ്ടായ ഒരു അനുഭവം, എനിക്ക് തോന്നിയൊരു വിഷമം ഞാനത് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചു എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഞാൻ ഒരിക്കലും ആ കുട്ടീനെയും കുറ്റം പറഞ്ഞിട്ടില്ല. പക്ഷേ എങ്കിലും ആ കുട്ടീൻ്റെ മാതാപിതാക്കളിൽ നിന്നാണോ അല്ലെങ്കിൽ അവരുടെ കൂട്ടുകാരിൽ നിന്നാണോ കിട്ടിയത്, എങ്ങനെ കിട്ടിയിരുന്നാലും അവർ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ആ വീഡിയോ ചെയ്തത് കേട്ടോ. ഇനി നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവരോട് ഞാനിപ്പോൾ ഇത് പറഞ്ഞത് ആരുടെയും എന്താ പറയുക ഭീഷണി കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞു തന്നിട്ടൊന്നുമല്ല ഞാനിത് പറഞ്ഞത്. കാരണം എനിക്ക് തന്നെ തോന്നി. കാരണം ഞാൻ ഇങ്ങനെ ഉസ്താദന്മാർ മദ്രസയിൽ പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് അത് എത്ര വിഷമമായിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവർ എന്നെ എങ്ങനെ കാണും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഉദ്ദേശിച്ചല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ആദ്യം വിചാരിച്ചത് അങ്ങനെയാണ്, മദ്രസയിലായിരിക്കും ഇത് പഠിപ്പിച്ചിട്ടുണ്ടാകുക എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷേ ഉസ്താദന്മാരൊക്കെ പറയുന്നതും എൻ്റെ കൂട്ടുകാരൊക്കെ പറയുന്നതും പിന്നെ ഇതിൽ വന്നിട്ടുള്ള കമൻറ്റുകളൊക്കെ അങ്ങനെ ഒരു പള്ളിയിലും മദ്രസയിലും ഇങ്ങനെ പഠിപ്പിക്കില്ല എന്ന് വ്യക്തമായി അവർ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവരുടെ മാതാപിതാക്കളിൽ നിന്നോ അല്ലെങ്കിൽ ബന്ധുക്കളിൽ നിന്നോ ആയിരിക്കും ആ കുട്ടിക്ക് അത് കിട്ടിയിട്ടുണ്ടാവുക. എന്നാലും അങ്ങനത്തെ ആൾക്കാരും ഉണ്ടല്ലോ. അപ്പോൾ അവരോടാണ് ദയവ് ചെയ്ത് നിങ്ങൾ ഈ വർഗീയത വളർത്തരുത്. ആരോട്, ഹിന്ദു ആയാലും ക്രിസ്ത്യാനിയായാലും മുസ്ലിം ആയാലും എല്ലാവരും ഒരുപോലെ നമ്മൾക്ക് ഈ ഇന്ത്യയിൽ ജീവിക്കണം. പിന്നെ പ്രത്യേകിച്ച് കേരളത്തിൽ അങ്ങനത്തെ ഒരു വിഷയം ഇല്ലാത്തതാണ്. ഇനി ആരും ആ വിഷയം ഉണ്ടാക്കി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കേണ്ട. അത് പിന്നെ എല്ലാവരോടും കൂടിയാണ് കേട്ടോ. ഒരുപാട് വർഗീയവാദികൾ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, അവരങ്ങനെയാണ് ഇവരിങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ അതൊന്നും കാര്യമാക്കുന്നില്ല. പിന്നെ എല്ലാത്തിലും ഉണ്ട് കുറച്ച് വിഷമുള്ള ആൾക്കാർ. അപ്പോൾ അവരോടും കൂടിയാണ് ഇങ്ങനെ വിഷം കുത്തി വെച്ചിട്ട് നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്. പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ആ കുട്ടീൻ്റെ വീട് എവിടെയാണ്, ആ കുട്ടിയെ സ്കൂളിലാണ് പഠിക്കുന്നത്, അതൊക്കെ പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ ഒരിക്കലും ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ വന്ന് പറയുന്നില്ല. ഇനി ആ കുട്ടീൻ്റെ വീടും പേരൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ അവിടെ വന്നിട്ട് വേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഇത് പിന്നെ എന്തായാലും ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞതുകൊണ്ട് അതെല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടിയും ആ കുട്ടീൻ്റെ മാതാപിതാക്കളൊക്കെ ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവർക്കത് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അവരെ തിരുത്തിക്കോളും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.